ഭഗവാനേ അയ്യപ്പ രക്ഷിക്കണേ. എന്ത് പറ്റു ഉച്ചക്ക്? സാധാരണ നല്ല സ്കൂളാണല്ലോ. മുത്തശ്ശി എന്ത് പറ്റി മുത്തശ്ശി? സാധാരണ അമ്പലത്തിൽ പോകുക നല്ല മനസ്സാണല്ലോ തിരിച്ചു വരുന്നത്. എന്താ പറയാ, മനസമാധാനത്തിനാണ് അമ്പലത്തില് പോണത്. സമാധാനം ഇല്ല. അവിടെ പുഷ്പാഞ്ജലിക്ക് കൊടുത്തപ്പോ ക്യാ എന്ന് ചോദിച്ചു. ഞാൻ ആകെ അന്തം വിട്ടു. ഹിന്ദിയിൽ ചോദിച്ചപ്പോ, മലയാളം അറിയുള്ളൂ. ഇപ്പൊ എല്ലാ സ്ഥലത്തും ബംഗാളികളായി. പൂജ വരെ ബംഗാളിയായി. ഇപ്പൊ ഹിന്ദി പഠിക്കണം. ഹിന്ദി പഠിക്കണം ചുരുക്കത്തില്. ഞാൻ പഠിപ്പിച്ചു തരാം മുത്തശ്ശിക്ക്. ഇപ്പൊ ആരും പഠിപ്പിച്ചു തരണമൊന്നും വേണ്ട. മൊബൈൽ അങ്ങ് എടുത്താ സെർച്ച് ചെയ്താ മതി ഹിന്ദി പഠിക്കാൻ. പക്ഷേ മൊബൈൽ എവിടെയാ? എടുക്കൂ. ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടാ എല്ലാവരും എല്ലാം പഠിക്കുന്നത്. ഇപ്പൊ കണക്ക് വരെ ഇത് ചെയ്യാം. പഠിക്കാൻ ഹിന്ദി ലേണിംഗ് അങ്ങോട്ട് പഠിച്ചാ മതി. അല്ലെങ്കിൽ പറയാം സെർച്ച് ഇതിനകത്ത് ഹിന്ദി ലേണിംഗ് അങ്ങോട്ട് പറയാ. ഇവിടെ അങ്ങോട്ട് പറയാ ഹിന്ദി ലേണിംഗ് എന്ന് പറയൂ. ഹിന്ദി ലേണിങ് അതൊക്കെ ചെറിയ കുട്ടികൾക്കേ അറിയുള്ളൂ. വലിയവർക്ക് വയസ്സായവർക്ക് എന്താ അറിയണത്? ഹിന്ദി ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഈ മൊബൈലിൽ നോക്കി അങ്ങോട്ട് ചെയ്താ മതി. ഞാൻ അടുത്ത് വരാം. ഹിന്ദി ലേണിംഗ് ഇങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശിക്കൊക്കെ നന്നായി എടുക്കാൻ പറ്റുന്നേ. ഹിന്ദിയൊക്കെ പഠിക്കാനുള്ള എല്ലാ വരികളുണ്ട്. ആണ്ടാ. ഹായ് എവരിവൺ. നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഏതാ? നമ്മുടെ കളമശ്ശേരിയിലുള്ള കുസാറ്റ്. ഹിന്ദി പഠിപ്പിച്ചു. ഹിന്ദി പഠിക്കാനുള്ള എല്ലാ വരികളും ഉണ്ട്. ആദ്യം ബേസിക് ആയ ആയി പഠിച്ചോളൂ. വരട്ടെ വരട്ടെ വരട്ടെ. എന്താ അത്? പറ. സാധനം മറ്റേ ഫ്രൂട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തരും. എന്താ പറയുക? ഇത് പഠിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് അമ്പലത്തിൽ പോയി ഹിന്ദി പറയാൻ പറ്റും. പക്ഷെ ഇത് പഠിച്ചിട്ട് വേണം ഇനി അമ്പലത്തിലേക്ക് പോകാൻ. പക്ഷെ ഇനി ഹിന്ദി പഠിച്ചോ, ഇനി ഒരു കുഴപ്പം ഉണ്ടാവൂല. ഞാൻ പോയി പഠിക്കട്ടെ. ബൈ.